ഹായ് മക്കളെ, വെൽക്കം ടു അനിയാക്കി ജൂടെക്. അപ്പോൾ നമ്മൾ SLCയുടെ ഓണപരീക്ഷ അടുത്തിരിക്കുവാണ്. ഓണപരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കണമെന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കുവാണ് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും മാത്സിന്റെ കാര്യം നമ്മൾ സെറ്റ് ആക്കും. കാരണം മാത്സിൽ നമുക്ക് ആകെ വെറും 4 പാഠങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ആ 4 പാഠങ്ങളിലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു സീരീസ് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിന് ഉറപ്പായിട്ടും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം സ്ഥിരമായിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം അതുപോലെ തന്നെ പഠിക്കാം. നമ്മൾ ആ പാഠം മൊത്തം ഈ ഓരോ ചോദ്യങ്ങളിലായിട്ട് കവർ ചെയ്യും കേട്ടോ. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ഓരോ ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഇക്വേഷൻസ് എല്ലാം എഴുതി വെച്ച് തന്നെ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം, കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11. വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്? ഈ ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമാണ്. അത് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു 1/2 മാർക്കോ 1 മാർക്കോ അതിൽ നിന്ന് കിട്ടും. എന്താണ് കോമൺ ഡിഫറൻസ്? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ചാൽ മതി. കോമൺ ഡിഫറൻസിനെ ഡി എന്നല്ലേ എഴുതുന്നത്. അപ്പൊ രണ്ടാമത്തെ ടേം 8 ആണ്, ഒന്നാമത്തെ ടേം 5 ആണ്. 8 - 5 3. പരിപാടി കഴിഞ്ഞു. കോമൺ ഡിഫറൻസ് കിട്ടി അല്ലെ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി ടൈംസ് ദ കോമൺ ഡിഫറൻസ് ഈസ് ടു ബി ആഡഡ് ടു ദി ഫസ്റ്റ് ടേം ടു ഗെറ്റ് ദി 10th ടേം? വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ടേമിന് ഞാൻ x1 എന്നും 10th ടേമിനെ x10 എന്നും വിളിക്കുവാണെങ്കിൽ x1ന്റെ കൂടെ എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ x10 കിട്ടുന്നത്? വളരെ വളരെ സിമ്പിൾ ആണ്. ഈ 10ൽ നിന്ന് 1 കുറയ്ക്കുക. 10ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 9. സോ 9 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഈ x10 എന്ന് പറയുന്ന 10ാമത്തെ ടേം കിട്ടും. സോ ചോദ്യം എന്തായിരുന്നു? എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം? സോ 9 ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. ആ 9 എങ്ങനെ കിട്ടി? 10ൽ നിന്ന് 1 കുറച്ചപ്പോഴാണ് 9 കിട്ടിയത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നമ്പർ ടു ബി ആഡഡ് ടു ദി 10th ടേം ടു ഗെറ്റ് ദി 15th ടേം? അപ്പോൾ ചെറിയൊരു മാറ്റം വരെ ചോദിച്ചേക്കുക. x10ന്റെ കൂടെ x15 കിട്ടാൻ എന്ത് ആഡ് ചെയ്യണം? പക്ഷെ ചോദ്യം സെയിം ആണ്. നിങ്ങൾ നോക്കിയേ, എത്ര ഡി ആഡ് ചെയ്യണം? 10ന്റെ കൂടെ 15 കിട്ടാൻ 15ൽ നിന്ന് 10 കുറയ്ക്കുക 5 ഡി ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതേ സാധനം ഞാൻ അവിടെ നിന്ന് എടുത്ത് എഴുതുവാണ്. x10 പ്ലസ് 5d ഈസ് ഈക്വൽ ടു x15. അത് വളരെ സിമ്പിൾ അല്ലേ. ഈ 15ൽ നിന്ന് 10 കുറച്ചാൽ മതി അല്ലെ. അതായത് ഇപ്പൊ x10ന്റെ കൂടെ 1d കൂട്ടിയാൽ x11 കിട്ടും. 2d കൂട്ടിയാൽ x12 കിട്ടും. 3d കൂട്ടിയാൽ 13ാമത്തെ ടേം കിട്ടും. 4d കൂട്ടിയാൽ 14ാമത്തെ ടേം. 5d കൂട്ടിയാൽ 15ാമത്തെ ടേം കിട്ടും. ഓക്കെ അല്ലേ? സോ x10 പ്ലസ് 5d. പക്ഷെ 5d കണ്ടുപിടിക്കണ്ടേ? ആ 5d ആണ് നമ്മളെ ആ നമ്പർ എന്ന് പറയുന്നത്, നമ്പർ ടു ബി ആഡഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ദാറ്റ് നമ്പർ ടു ബി ആഡഡ് അല്ലെ, നമ്പർ ടു ബി ആഡഡ് അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമ്പർ ടു ബി ആഡഡ് എന്ന് പറയുന്നത് 5d ആണ്. 5d എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് d നമ്മൾ കണ്ടുപിടിച്ചു 3. അപ്പൊ 5 ഇൻറ്റു 3 എത്ര വരും? 15 ആണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ചോദ്യം. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഇതായിരിക്കും. ഒരു കോമൺ ഡിഫറൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ട് ഫൈൻഡ് ദി nth ടേം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ ടേം ചോദിക്കും. 25ാമത്തെ ടേം ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അതിന് നിങ്ങൾ xnന്റെ ഇക്വേഷൻ പഠിക്കണം. xnന്റെ ഇക്വേഷൻ എഴുതി പഠിച്ചോ. xnന്റെ ഇക്വേഷൻ x1 പ്ലസ് n-1 ഇൻറ്റു d എന്നാണ്. നിങ്ങൾക്ക് പല സ്കൂളുകളിലും പല ട്യൂഷൻ സെന്ററുകളിലും ഈ ഇക്വേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തരും. ചിലപ്പോൾ f പ്ലസ് n-1 ഇൻറ്റു d എന്നായിരിക്കും. അങ്ങനെ പല മാറ്റങ്ങളും വരുത്തരും. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആദ്യം തരുന്ന ആളെന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. അപ്പൊ ഏത് രീതിയിൽ ഇക്വേഷൻ എഴുതിയാലും ആദ്യം തരുന്ന ആൾ എന്താണ്? ഫസ്റ്റ് ടേം ആണ്. അപ്പൊ xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d ആണ്. എനിക്ക് വേണ്ടത് 25ാമത്തെ ടേം ആണ്. അപ്പൊ ഞാൻ അതിനെ എങ്ങനെ എഴുതും? x25 എന്ന് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേം. ഞാൻ നോക്കി, ഒന്നാമത്തെ ടേം ആരാ? 5. അതിന് കണ്ടുപിടിക്കാൻ വല്ല പാടുണ്ടോ? ഇല്ല. 5 പ്ലസ് ഇവിടെ n-1 വന്നു. ഇവിടെ n ന്റെ സ്ഥാനത്ത് 25 ആണ്. സോ 25 - 1 ഇൻറ്റു d ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. d എന്ന് പറയുന്നത് 5 ആണ് അല്ലെ. അപ്പൊ 5 എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 25 - 1 24 ഇൻറ്റു 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 24 ഇൻറ്റു 5 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 120 കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് 125 ആണ്. നിങ്ങൾ പറയും ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
സോ ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ചോദ്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 13 ആൻഡ് നയൻത് ടേം ഈസ് 37. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഓൾറെഡി അറിയാം തേർഡ് ടേം x3യും നയൻത് ടേം x9 ആണ്. x3യുടെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് x9 കിട്ടുന്നത്? 9ൽ നിന്ന് 3 കുറച്ച് 6. സോ 6 ഡി കൂട്ടുമ്പോഴാണെന്ന് അറിയാം. അത് വെച്ചുകൊണ്ട് ഞാൻ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകും. നിങ്ങൾ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മതി, കൂടുതൽ കഥയൊന്നും അറിയണ്ട. നിങ്ങൾ നോക്കിയേ, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. ഡി ഈക്വൽ ടു എക്സ് എം മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ. എഴുതി വെച്ചോ, രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷനും വെറുതെ തരുന്നതല്ല, പഠിച്ചോളണം കേട്ടോ. ഈ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണത്. സോ ഡി ഈസ് ഈക്വൽ ടു, നമുക്ക് തന്നേക്കുന്ന ടേം നോക്കുക, എക്സ് 9 ഉണ്ട് അല്ലെ. നയൻത് ടേം എന്ന് പറയുമ്പോൾ എക്സ് 9 മൈനസ് തേർഡ് ടേം എന്ന് പറയുമ്പോൾ എക്സ് 3 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 9 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു നയൻത് ടേം എനിക്ക് എത്രയാണെന്ന് അറിയാം? 37 ആണെന്ന് അറിയാം. 37 മൈനസ് തേർഡ് ടേം എനിക്ക് എത്രയാണെന്ന് അറിയാം? തേർഡ് ടേം 13 ആണെന്ന് അറിയാം. അപ്പൊ 37 മൈനസ് 13 ഡിവൈഡഡ് ബൈ 9 മൈനസ് 3. 9 മൈനസ് 3 6 അല്ലേ. അപ്പൊ 37 മൈനസ് 13 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടി. ഇനി 37 നിന്ന് 13 കുറച്ചാൽ എത്രയാണ്? 24 ആണ്. അപ്പൊ 24/6. എന്തെങ്കിലും പാടുണ്ടോ? കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 4 കിട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ഫസ്റ്റ് ടേം? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കിയേ, x1 ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കുക, ഓക്കെ, നിങ്ങളുടെ കയ്യിൽ x3 ഉണ്ട്. x3യിൽ നിന്ന് എത്ര ഡി കുറച്ചാൽ എനിക്ക് x1 കിട്ടും? 3ന്റെ കൂടെ എത്ര കുറച്ചാൽ 1 കിട്ടുന്ന? 2. സോ 2 ഡി കുറച്ചാൽ എനിക്ക് x1 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആ x9 എടുക്കുക. x9ൽ നിന്ന് എത്ര ഡി കുറച്ചാൽ x1 കിട്ടും? 8 ഡി കുറച്ചാൽ. ഇതിൽ ഏത് ഇക്വേഷൻ എടുത്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുന്നു. x1 എന്ന് പറയുന്നത് x3 മൈനസ് 3ന്ന് എത്ര കുറച്ചാൽ 1 കിട്ടുന്ന? 2. സോ 2 ഡി. x3 എനിക്ക് അറിയാം, x3 13 ആണ്. മൈനസ് 2 ഇൻറ്റു ഡി ഞാൻ കണ്ടുപിടിച്ചു, ഡി 4 ആണ്. സോ 2 ഇൻറ്റു 4 ദാറ്റ് ഈസ് 13 മൈനസ് 2 ഇൻറ്റു 4 8 ആണ്. x1 എനിക്ക് എത്ര കിട്ടി? 5 കിട്ടി. എന്തെങ്കിലും പാടുണ്ടോ? ഇല്ല. x1 എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആകെ അറിയേണ്ടത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം അറിയണം, പിന്നെ കോമൺ ഡിഫറൻസ് അറിയണം. അപ്പൊ കോമൺ ഡിഫറൻസ് ഇപ്പൊ x 10 ആണെങ്കിൽ x 10 മൈനസ് 9 ഡി, x 100 ആണെങ്കിൽ x 100 മൈനസ് 99 ഡി. എന്തറിയാമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അടുത്തത്, റൈറ്റ് ദി ആൾജിബ്രൈക് ഫോം ഓഫ് ദ സീക്വൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൾജിബ്രൈക് ഫോം ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ആൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് ബി ക്വസ്റ്റ്യൻ ആണ്, ഇത് സി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നേരത്തെ എഴുതിയ ഇക്വേഷനിലെ xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, ഇതാണ് ആൾജിബ്രൈക് ഫോം. ഇതിനകത്ത് x1നും ഡിക്കും വില ഇട്ട് കൊടുത്താൽ മാത്രം മതി, n-ന് വില ഇട്ട് കൊടുക്കണ്ട. ഓക്കെ, ഒരു പർട്ടിക്കുലർ നമ്പർ 25th ടേം ചോദിച്ചാലാണ് n-ന് വില കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇവിടെ n-ന് വില കൊടുക്കണ്ട. അപ്പൊ x1 എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് n-ന് വില കൊടുക്കണ്ട. n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഇത് അകത്തോട്ട് ഗുണിക്കുക. 4 ഇൻറ്റു n എന്താണ്? 4n. 4 ഇൻറ്റു മൈനസ് 1 എന്താണ്? -4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4n ഞാൻ ആദ്യമേ എഴുതി. 5ന്ന് 4 കുറച്ചാൽ എത്ര? 1 അല്ലേ. അപ്പൊ പ്ലസ് 1. 5ന്ന് 4 കുറച്ചാൽ പ്ലസ് 1 ആണ്. സോ 4n പ്ലസ് 1. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. പ്രശ്നമില്ലല്ലോ. അപ്പൊ xn ഈക്വൽ ടു 4n പ്ലസ് 1. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. ഡി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി റിമൈൻഡർ ഗോട്ട് വെൻ ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ ദി കോമൺ ഡിഫറൻസ്. ഓരോ ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? അതിന് ഞാൻ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്തെന്തിനാ? എനിക്ക് ഒന്നാമത്തെ ടേം 5 ആണെന്ന് അറിയാം, കോമൺ ഡിഫറൻസ് 4 ആണെന്ന് അറിയാം. ഞാൻ 5 ഡിവൈഡഡ് ബൈ 4 ചെയ്തു നോക്കുന്നു. 5ൽ എത്ര 4 ഉണ്ട്? 1 4 4 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. സോ 1 ആണ് റിമൈൻഡർ. ഇനി അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാവോ? ഓക്കെ, ചെയ്ത് നോക്കാതെ തന്നെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണോ? നിങ്ങൾ ഈ ഒരു ആൾജിബ്രൈക് ഫോം എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് an പ്ലസ് ബി ഫോമിലായിരിക്കും ആൾജിബ്രൈക് ഫോം കിട്ടുന്നത്. ആ ബി ആയിരിക്കും നിങ്ങളുടെ റിമൈൻഡർ. അപ്പൊ ഇവിടെ കിടക്കുന്ന 1 ആണ് നിങ്ങളുടെ റിമൈൻഡർ. അങ്ങനെയും എഴുതാം. സോ റിമൈൻഡർ എത്ര വരും? 1 വരും. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. നമ്മൾ ഈ ഒരു രീതിയിൽ 2 ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു. xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയും d ഈസ് ഈക്വൽ ടു xm മൈനസ് xn ഡിവൈഡഡ് ബൈ m മൈനസ് എന്നും ഈ 2 ഇക്വേഷനും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്സിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പക്കായിട്ട് പഠിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയ KTU Tech.